ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വിവാഹത്തിൻ്റെ പേരിൽ വർത്തമാനകാലത്ത് നടമാടുന്ന വേണ്ടാത്തരങ്ങളും ആഭാസങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹീതമായ നിക്കാഹ് ഇസ്ലാമിൻ്റെ മഹിതമായ മൂല്യങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തേണ്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടനവധി സുന്നത്തുകൾ ശര്യകൾ അടങ്ങിയ ഒരു പുണ്യകർമ്മമാണ്. ഈ മഹത്തായ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വൃത്തികേടുകൾ മുസ്ലിം ഉമ്മത്തിൽ പുതിയ തലമുറയിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമാണ്, സങ്കടകരമാണ്. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ തിരുദൂതരും വിശ്വസിക്കുന്ന വിശ്വാസികൾ മഹിതമായ ദീനിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ പല നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വിവാഹത്തിൻ്റെ പേരിൽ പല മാമൂലുകളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നാം ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇസ്ലാം പഠിപ്പിച്ച മഹിതമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം വിവാഹവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. എങ്ങനെയായിരിക്കണം വിവാഹമെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണെന്നും വളരെ കൃത്യമായി വ്യക്തമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ തിരുസുന്നത്ത് അവലംബിച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിക്കുമ്പോൾ മാത്രമേ വിവാഹ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇച്ഛക്കനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇന്ന് നടക്കുന്ന പല വൃത്തികേടുകളും പരസ്യമായാണ് നടത്തുന്നത്. ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയകളിലും മറ്റും പരസ്യപ്പെടുത്തുകയാണ്. ഓരോ കാര്യവും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വധുവരൻ തമ്മിൽ കാണൽ, നിക്കാഹിന് മുമ്പുള്ള പെണ്ണു കാണൽ, അത് പ്രോത്സാഹിപ്പിച്ചതാണ്, അത് ശറഅ് നിർദ്ദേശിച്ചതാണ്. തമ്മിൽ കാണണം. നിക്കാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ വരൻ കാണുകയും തന്നെ കെട്ടാൻ ഉദ്ദേശിക്കുന്നവനെ അവൾ കാണുകയും ചെയ്യുക എന്നത് ആവശ്യമായ കാര്യമാണ്. അത് ഇസ്ലാം അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. ഇക്കാര്യം ഫുഖഹാ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇദാ ഖസദ നിക്കാഹ വറജൽ ഇജാബത സുന്ന നളറുഹു ഇലൈഹി. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അപ്പോൾ വധുവരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാഹിന് മുമ്പ് കണ്ടിഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഗതി അത് ശറഅ് അംഗീകരിച്ചതും നിർദ്ദേശിച്ചതുമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നടക്കുന്ന പല മാമൂലുകൾ, പെണ്ണ് കാണലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാമൂലുകൾ, യഥാർത്ഥത്തിൽ ഈ ഒരു കാണൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുമാണ് ഈ ഒരു കാണൽ. ഇത് വരനും വധുവിനും ഇസ്ലാം നിശ്ചയിച്ചതാണ്. ഇത് തന്നെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ആവർത്തിക്കുകയും ചെയ്യാം.
ഒരു തവണ കണ്ടതിന് ശേഷം കാര്യങ്ങൾ വേണ്ട വിധം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും കാണാമെന്നും ഫുഖഹ പറയുന്നുണ്ട്. വലഹു തക്രീറു നദരി, വരനും വധുവിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പക്ഷേ കണ്ടിഷ്ടപ്പെട്ട് ഇതിൻ്റെ ശേഷം പിന്നീട് നിക്കാഹിൻ്റെ മുമ്പ് വീണ്ടും വീണ്ടും ആവശ്യമില്ലാതെ കാണുന്നത് അത് അനുവദിക്കപ്പെട്ടിട്ടില്ല, ഹറാമാണെന്നും ഫുഖഹ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം, ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നിക്കാഹിന് മുമ്പ് കാണുന്നത് ഹറാമാണെന്ന് നമ്മുടെ മഹാന്മാരായ ഫുഖഹ വ്യക്തമാക്കിയതാണ്. ഇത് സമുദായം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ്. ഇന്ന് നടക്കുന്ന കാണൽ കണ്ടിഷ്ടപ്പെട്ടതിൻ്റെ ശേഷം പിന്നീടും വരനും വരൻ്റെ കുടുംബവും പിതാവും സഹോദരങ്ങളും കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ചു പോയി വീണ്ടും പെണ്ണിനെ കാണുകയാണ്. കാണാൻ പറ്റാത്ത ആളുകൾ തന്നെ ആ പെണ്ണിനെ കാണുകയാണ്. ഈ വരൻ തന്നെ വീണ്ടും വീണ്ടും കാണുന്നത് ശറഅ് നിഷിദ്ധമാക്കിയതാണ്. നിക്കാഹിൻ്റെ മുമ്പുള്ള കാഴ്ച അനുവദനീയമല്ല. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ വ്യക്തമാക്കുന്നു, വമിൻ തമ്മ ലവ്തഫ ബിനളറത്തിൻ ഹറുമ സായിദു അലൈഹ, ഒരു കാണൽ കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ല, ഹറാമാണ്. പക്ഷേ ഇന്ന് വീണ്ടും വീണ്ടും കാണുന്നു, അതൊരു ചടങ്ങായി നടത്തുകയും സ്റ്റാറ്റസ് വെച്ച് ചെയ്ത ഹറാമ് പരസ്യപ്പെടുത്തി ലോകരെ കാണിക്കുന്ന വളരെ മോശമായൊരു സംസ്കാരം ഈ ഉമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം തെറ്റായ കാര്യം പരസ്യമായി നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കടുപ്പമേറിയ ശിക്ഷ നാം പേടിക്കേണ്ടതാണ്. ഇന്നല്ലാഹ യഗാർ, തിന്മകൾ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോപമിറങ്ങും, അള്ളാഹു കോപിക്കും. അള്ളാഹുവിൻ്റെ കോപമെന്നാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ നാം കാണേണ്ടതാണ്. പെണ്ണ് കാണുന്ന സമയത്ത് അനുവദിക്കപ്പെട്ടത് ഒരു പുരുഷനെ അവനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ മുഖവും മുങ്കയുമാണ് കാണാൻ പറ്റുന്നതും അനുവദിക്കപ്പെട്ടതും. അഥവാ ഔറത്ത്, നിസ്കാരത്തിൽ ഔറത്തല്ലാത്ത ഭാഗം മുഖവും മുങ്കയും മാത്രം. അവൻ്റെത് മുട്ടുമുക്കൾ ഇടയിലുള്ള ഇതല്ലാത്ത മറ്റു ഭാഗങ്ങളെല്ലാം അവൾക്ക് ഇങ്ങോട്ടും കാണുന്നതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മുഖവും മുങ്കയും കാണാം, അതിനല്ലാത്ത മറ്റു ഭാഗങ്ങൾ കാണാൻ പാടില്ല. വലാ യൻദുറു വൈറൽ വജ്ഹി വൽ കഫൈൻ, മുഖവും മുഖയുമല്ലാത്ത ഭാഗങ്ങൾ കാണാൻ പാടില്ല. പെണ്ണ് കാണുന്ന സമയത്ത് കാണൽ മാത്രമാണ് മുഖവും കയ്യും. ബിലാ മസ്സി ശൈഇൻ മിൻഹുമാ, സ്പർശനം പാടില്ല, തൊടാൻ പാടില്ല. സ്പർശനം ഹറാമാണ്. നിക്കാഹിൻ്റെ മുമ്പുള്ള സ്പർശനം അനുവദിക്കപ്പെട്ടിട്ടില്ല. തൊട്ടുരുമ്പി നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും സ്റ്റാറ്റസ് വെക്കുന്നതും ഒക്കെ നിഷിദ്ധമായ സംഗതിയാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ നാം കാണേണ്ട, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെണ്ണ് കണ്ടതിൻ്റെ ശേഷം നിക്കാഹിൻ്റെ മുമ്പുള്ള ഫോൺ വിളി, നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെടുന്നത്, അതേപോലെ തന്നെ കാമത്തോടുകൂടെ മോഹത്തോടുകൂടെയുള്ള നോട്ടവും സംസാരവും ഒന്നും അനുവദിക്കപ്പെട്ടതല്ല. നിക്കാഹിന് ശേഷം മാത്രമേ അതൊക്കെ അനുവദനീയമാവുകയുള്ളൂ. നിക്കാഹിൻ്റെ മുമ്പ് പ്രതിശുദ്ധ വരൻ അവളുമായി നർമ്മസല്ലാപങ്ങൾ ഏർപ്പെട്ട് ആനന്ദിക്കുന്നത് ഹറാമാണ്. ഫുഖാരി വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. വക്കലാ ഇനിൽ തല്ലബിഹി, നിക്കാഹിൻ്റെ മുമ്പ് പെണ്ണിൻ്റെ സംസാരം കേട്ട് ആസ്വദിക്കുന്നതും സുഖിക്കുന്നതും രസിക്കുന്നതും ഹറാമാണ്. അതേപോലെ തന്നെ വീഡിയോ കോൾ, വീഡിയോ വഴിയുള്ള സംസാരവും അതേപോലെ തന്നെ ചിത്രം കാണുന്നതും ഫോട്ടോ കാണുന്നതും എല്ലാം ആനന്ദം ലഭിക്കുന്നുവെങ്കിൽ ഒക്കെ നിഷിദ്ധമായ പരിധിയിൽ അതൊക്കെ വരുന്നതാണ്, ഹറാമാണെന്ന് ഫുഖാ വ്യക്തമായി വിവരിച്ചതാണ്. പക്ഷേ ഇന്ന് നടക്കുന്നത് അത്തരം ഹറാമായ ശറഅ് നിഷിദ്ധമാക്കിയ വിധത്തിലുള്ള കാണലും നോട്ടവും സ്പർശനവും ദർശനവും ഇന്ന് വ്യാപകമായി നടന്നു വരികയാണ്. ഇതെല്ലാം വ്യഭിചാരത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചതാണ്. നിക്കാഹിൻ്റെ മുമ്പ് അനുവദിക്കപ്പെട്ടതല്ലാത്ത പെണ്ണിനെ അനുവദിക്കപ്പെട്ട നോട്ടത്തിനപ്പുറം നോക്കുന്നത് അത് കണ്ണിൻ്റെ സിനയാണ്. ഹറാമായ നോട്ടം പൽ ഐനാനി സിനാഹുമൻ നളർ, ഹറാമായ നോട്ടം കണ്ണിൻ്റെ സിനയാണ്. വൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാ, കാതിൻ്റെ സിനയാണ് ഹറാമായ സംസാരം കേൾക്കുന്നത്, അത് കാതിൻ്റെ ചെവിയുടെ സിനയാണ്. വൽ ലിസാനി സിനാഹുൽ കലാം, നാവിൻ്റെ സിനയാണ് ഹറാമായ സംസാരം. ഓരോ അവയവത്തിനും അതിൻ്റെതായ സിനയുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കാഹിൻ്റെ മുമ്പ് പറഞ്ഞുറപ്പിച്ചു എന്നതിൻ്റെ പേരിലുള്ള നിയന്ത്രണമില്ലാത്ത ഈ സംസാരവും സല്ലാപവും സ്പർശനവും നോട്ടവും
ഒക്കെ വ്യഭിചാരത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദമായി വിശദീകരിച്ചു. വൽ ഫമു സിനാഉ തഖ്ബീൽ, തനിക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത പെണ്ണിനെ ചുംബിക്കുന്നത് അത് വായയുടെ ചുണ്ടിൻ്റെ വ്യഭിചാരമാണ്. അനുവദനീയമല്ലാത്ത പെണ്ണിൻ്റെ ശരീരത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ്റെ കൈ ചങ്ങലക്കിട്ട് കഴുത്തിൽ കൂട്ടിക്കെട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ അറിയിച്ച കാര്യമാണ്. ഫൈൻ ഖബ്ബലഹാ ഖുരിദത് ലിസാനുഹു ഫിന്നാർ, ഹലാലല്ലാത്ത ഹറാമായ പെണ്ണിനെ, തൻ്റെ ഭാര്യയല്ലാത്ത പെണ്ണിനെ ചുംബിച്ചാൽ അവൻ്റെ ശഫത്താവ് ചുണ്ട് കത്രിക കൊണ്ട് നരകത്തിൽ വെച്ച് മുട്ടിമുറിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ താക്കീതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ തലമുറ, വളർന്നു വരുന്ന ചെറുപ്പക്കാർ, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹത്തിന് ശേഷം ഹലാലാകുന്ന ഒരു കാര്യവും വിവാഹത്തിൻ്റെ മുമ്പ് ഹലാലല്ല. അതുകൊണ്ട് തന്നെ ദീനിന് നിരക്കാത്ത, ശറഇന് നിരക്കാത്ത ഇന്ന് നടക്കുന്ന പല മാമൂലുകളും, പെണ്ണ് കാണൻ്റെ പേരിൽ നടക്കുന്ന പല മാമൂലുകളും, അതേപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പരസ്യമായ സ്റ്റേജിൽ കയറ്റി സ്ത്രീകളെ അന്യപുരുഷന്മാർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ സൗകര്യമൊരുക്കി കൊടുക്കുന്നതും എല്ലാം നിഷിദ്ധമാണ്, സൂക്ഷിക്കേണ്ടതാണ്, അപകടമാണ്, വൈവാഹിക ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ നിയമങ്ങൾ എല്ലാ മൂല്യങ്ങളും പാലിച്ചു കൊണ്ടായിരിക്കണം പെണ്ണ് കാണൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും. ആ കാര്യങ്ങളെല്ലാം ഫുഖഹാ എന്തൊക്കെ നിയമങ്ങളാണോ പഠിപ്പിച്ചത് ആ നിയമങ്ങൾ പാലിക്കാൻ അള്ളാഹുവിൻ്റെ വെള്ളം കുടിക്കുന്ന, വായു ശ്വസിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കുന്ന ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഉൾക്കൊള്ളണമെന്ന് ഉണർത്തി നിർത്തുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.